നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സുജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അനിഴം നക്ഷത്ര ജാതരുടെ 53 വയസ്സ് മുതൽ ഏകദേശം 69 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവർക്ക് അനുഭവത്തിൽ വരുന്ന സൂര്യ ചന്ദ്ര ദശാകാലങ്ങളുടെ ഗുണദോഷ ഫല സാധ്യതകളാണ് നമ്മളിന്നിവിടെ പറയുന്നത്. ഏതൊരു അനിഴം നക്ഷത്ര ജാതനം ജനിക്കുന്നത് ശനിദശാകാലത്തിലാണ്. ശനിദശാകാലത്തിൻ്റെ കാലദൈർഘ്യം എന്ന് പറയുന്നത് 19 വർഷമാണ്. ഈ 19 വർഷം എല്ലാ അനിഴ നക്ഷത്രജാതർക്കും ശനിദശാകാലം കിട്ടണമെന്നില്ല. ഓരോ അനിഴ നക്ഷത്രജാതനം ജനിക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ചില കണക്കൂട്ടലുകൾ നടത്തുമ്പോൾ ശനിദശാകാലം എന്ന് പറയുന്നത് ചിലപ്പം 19 വർഷം കിട്ടാം, ചിലപ്പോൾ 10 വർഷം കിട്ടാം, ചിലപ്പോൾ 7 വർഷം കിട്ടാം, ചിലപ്പോൾ 19 ദിവസം കിട്ടാം. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മളിത് പറയുമ്പോൾ ശനിദശാകാലം 19 വർഷത്തിൻ്റെ നേർപകുതി, ഏകദേശ പകുതി കണക്കായിട്ട് കൂട്ടുന്ന ആദ്യം. അങ്ങനെ കൂട്ടുമ്പോൾ ശനിദശാകാലം എന്ന് പറയുന്നത് ജനനം മുതൽ 9 വയസ്സ് വരെ അനിഴ നക്ഷത്രജാതർക്ക് ശനിദശാകാലം, 9 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ബുധദശാകാലം, 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെ കേതുർ ദശാകാലം, 33 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ശുക്രദശാകാലം, 53 വയസ്സ് മുതൽ 59 വയസ്സ് വരെ രവിദശാകാലം, 59 വയസ്സ് മുതൽ 69 വയസ്സ് വരെ ചന്ദ്രദശാകാലം. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഇവർക്ക് 53 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള സൂര്യദശാകാലത്തെക്കുറിച്ചാണ്. ഇവരുടെ ജാതകത്തിൽ സൂര്യൻ ശുഭസ്ഥിതനാണെങ്കിൽ നല്ല ഫലങ്ങളും, സൂര്യൻ നീചസ്ഥിതിയിലാണെങ്കിൽ ദോഷഫലങ്ങളും ലഭിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി അനിഴ നക്ഷത്രജാതരുടെ ഏകദേശ കണക്കനുസരിച്ച് ഏകദേശം 53 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ സൂര്യദശാകാലത്തിൽ സൂര്യൻ ഇവരുടെ ജാതകപ്രകാരം ഗുണവാനാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നു. സർക്കാർ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമായിരിക്കും. സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുക, ഇൻഷുറൻസ് തുകയിലുള്ള ധനലാഭം, സാമ്പത്തികമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ വിജയം, കാർഷിക ലാഭം, കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് കാർഷിക ലാഭം ലഭിക്കാനിടയുണ്ട്. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ നഗരസഭയുടെയൊക്കെ പോലെയുള്ള മത്സര രംഗങ്ങളിലുള്ള വിജയം, സർക്കാർ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ബോർഡ്, കോർപ്പറേഷൻ, സഹകരണ സംഘങ്ങൾ പോലെയുള്ളവ അതുപോലുള്ള ഏതെങ്കിലും മേഖലയിൽ ഒരു ചെറിയൊരു അധികാരസ്ഥാനം ലഭിക്കുക, വിദേശയാത്രകൾ, പ്രത്യേകിച്ച് വനപർവ്വത പ്രദേശങ്ങൾ അടങ്ങിയ രാജ്യങ്ങൾ, സ്ഥലങ്ങൾ, ഈ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കുക, മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ വളരെയേറെ നല്ല ഒരു ഐക്യത ഉണ്ടാവുക, കുടുംബത്തിൽ പൊതുവെ സമാധാനം നിലനിൽക്കുക, അല്പം സൗന്ദര്യം വർദ്ധിക്കുക, ആരോഗ്യം വർദ്ധിക്കുക, ചുരുക്കത്തിൽ എല്ലാ തരത്തിലുമുള്ള ശ്രേയസ്, സൽകീർത്തി, ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ, ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമായിരിക്കും ശുഭസ്ഥിതനായിട്ടുള്ള സൂര്യൻ്റെ ദശാകാലം. ശിവക്ഷേത്രങ്ങൾ, ശിവാലയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള തീർത്ഥാടനം മുതൽ എല്ലാ തരത്തിലുമുള്ളൊരു നന്മയും ഐശ്വര്യവും കുടുംബ ദാമ്പത്യ സന്തോഷവും പ്രതീക്ഷിക്കാം. ഇനി സൂര്യൻ നീചാവസ്ഥയിലാവുമെന്ന് വിചാരിക്കുക. ജാതകപ്രകാരം അശുഭ ഫലദാതാവായ സൂര്യൻ്റെ ദശാകാലമാണ് എങ്കിൽ പല്ല്, കണ്ണ്, ഹൃദയം സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾക്ക് സാധ്യതയുണ്ട്. പിതാവിൻ്റെ നാശമോ പൈതൃക സ്വത്തുക്കളുടെ നാശമോ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ കുടുംബകലഹം,
ഇല്ലാത്ത വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, രാജകോപം എന്ന് പറയുക, കോടതി വ്യവഹാരങ്ങളിൽ പ്രതികൂലത, ഗോതമ്പ് ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരുന്ന രീതിയിലുള്ള രോഗദുരിതങ്ങൾ, ഏറ്റവും കൂടുതൽ വിശ്വസ്തരായിട്ട് നിൽക്കുന്നവരിൽ നിന്നുള്ള ചതിവ്, പകൽ സമയങ്ങളിൽ ഉണ്ടാകാനിടയുള്ള അപകടങ്ങൾ, മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് ചെയ്യുന്ന കച്ചവടത്തിലൊക്കെ പരാജയം, സൂര്യപ്രഭ പോലെ തിളങ്ങി നിൽക്കുന്ന ഏതെങ്കിലും എതിർലിംഗക്കാരോടുള്ള മൗന അനുരാഗത്തിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന ലക്ഷങ്ങൾ അല്ലെങ്കിൽ സ്വത്തുക്കൾ, ഒരു തരത്തിലുമുള്ള സമാധാനം ലഭിക്കാത്ത തരത്തിലുള്ള വ്യാവസായിക കച്ചവട നഷ്ടങ്ങൾ, ദേശാന്തര ഗമനം, നാട് വിട്ടേ പോകേണ്ടി വരുന്ന അവസ്ഥ, ഇതൊക്കെയായിരിക്കും പ്രത്യേകിച്ച് പ്രതികൂലനാകുന്ന സൂര്യൻ്റെ ദശാകാലത്തിൽ ഹൃദയ ദന്ത നേത്ര രോഗങ്ങൾക്ക് വളരെ സാധ്യതയുണ്ട്. പുലിപ്പല്ലി കേസിൽ പിടിക്കപ്പെടുക, ആനക്കൊമ്പ് കേസിൽ പിടിക്കപ്പെടുക എന്ന് പറയുന്നതൊക്കെ ഈ പ്രതികൂലനാകുന്ന സൂര്യദശാകാലത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ്. സൂര്യൻ അനുകൂലനാണെങ്കിൽ ഈ പറയുന്ന വസ്തുക്കളിലൊക്കെ തീർത്ത ഏതെങ്കിലും തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ നമ്മൾ അറിയാതെ പോലും നമുക്ക് എന്തെങ്കിലും സമ്മാനമായിട്ട് വീട്ടിൽ കയറി വരും, വീട്ടിലിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നാട്ടിലൊക്കെ ഒരു പ്രാമാണികത്വം ഉണ്ടാകും, ഒരു ബഹുമാന്യത ഉണ്ടാകും, ഒരു വിവേകമതിയാണെന്നുള്ള ധാരണ ഉണ്ടാകും. ശുഭനായിട്ടുള്ള സൂര്യദശാകാലമാണെങ്കിൽ നേത്രം, കണ്ണുകൾക്ക് സംബന്ധിച്ചുള്ള രോഗശമനം കിട്ടും, പല്ലുകളുടെ രോഗശമനം കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളുണ്ട്. നീചനാകുന്ന സൂര്യനാണെങ്കിലോ പല്ലും പോകും, എല്ലും പോകും, കണ്ണിൻ്റെ കാഴ്ചയും പോകും, കണ്ണ് സംബന്ധിച്ച് എന്തെങ്കിലും ചികിത്സ വേണ്ടി വരും. ഇതിനിടയ്ക്ക് ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ഭയം, അതുകൊണ്ടൊരു ചെക്കപ്പ് വേണ്ടി വരും. മൊത്തം പ്രശ്നമായിരിക്കും. സൽകീർത്തിക്ക് പകരം ദുഷ്കീർത്തിയും വർദ്ധിക്കും. ഇതാണ് ഇതിൻ്റെ ദശാഫലത്തിൻ്റെ സാധ്യത. സൂര്യൻ പിഴച്ചാലും രുദ്രഭജനം, ശിവനെ ഭജിക്കണം. ഞായറാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക. ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശിവൻകൽ ധാര നടത്തുക. കൂവളമാല ചാർത്തുക. കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുക ഇത്യാദി വഴിപാടുകൾ. സൂര്യദശാകാലം നീചമാണെങ്കിൽ ഉഷ്ണരോഗം മുതൽ കുഷ്ഠരോഗം വരെ വരാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ രുദ്രസൂക്തത്തോടൊപ്പം തന്നെ മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തിക്കുമെന്ന് പറയാറുണ്ട്. അത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല മൃത്യുഞ്ജയം നടത്തുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. മൃത്യുഞ്ജയ ഹോമം നടത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരും വിചാരിക്കുന്നു മരിച്ചു പോകാൻ സമയമായി അതുകൊണ്ട് മൃത്യുഞ്ജയം. അങ്ങനെയല്ല. മൃത്യുഞ്ജയം നടത്തുക എന്ന് പറയുന്നത് മരണകാരണം എന്താണ്? സാധാരണ മരണകാരണം എന്താണ്? രോഗങ്ങളാണ്. അപ്പം രോഗം വരുന്നവരെല്ലാം മരിക്കൂ? ഇല്ല. എന്നാൽ പറയുമ്പോൾ മരണകാരണം എന്താണ്? രോഗമാണ്. അപ്പോൾ ആ രോഗത്തിൻ്റെ ഉത്ഭവത്തെ അല്ലെങ്കിൽ ആ രോഗം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മൃത്യുഞ്ജയ ഹോമം. അല്ല മരണത്തെ അതിജീവിക്കാനൊന്നും പറ്റില്ല. പലരും മൃത്യുഞ്ജയ ഹോമം നടത്തുമെന്ന് വിധിക്കുമ്പോൾ പറയുന്നത് മരിക്കാറായാണ് തോന്നുന്നത്. ഇവിടെ ജ്യോതിഷി പറഞ്ഞു മൃത്യുഞ്ജയ ഹോമം നടത്താൻ. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സൂര്യദശാകാലം ദോഷമാണെങ്കിൽ രുദ്രസൂക്തത്തോടൊപ്പം തന്നെ മൃത്യുഞ്ജയ ഹോമവും ഞായറാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 11 ആഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് അടുപ്പിച്ച് നടത്തുന്നത് നന്നായിരിക്കും എന്നാണ് സൂര്യദശാകാലത്തെക്കുറിച്ച് നമുക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി അടുത്ത് ചന്ദ്രദശാകാലമാണ്. 59 വയസ്സ് മുതൽ 69 വയസ്സ് വരെയാണ് ഇവർക്ക് ചന്ദ്രദശാകാലം വരുന്നത്. ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ പൊതുവെ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും. സൂര്യദശാകാലം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടമായിരിക്കും. ജാതകപ്രകാരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശുഭാവസ്ഥയിലുള്ള ചന്ദ്രൻ്റെ സ്ഥിതിയാണെങ്കിൽ 59
ടു 69 വയസ്സിൽ എന്താണ് അതിൻ്റെ അകത്ത് വരാനിടയുള്ള ഫലം എന്ന് ചോദിച്ചാൽ മനസ്സുഖം ഉണ്ടാകും. മാതാവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെയേറെ അടുപ്പം, അല്ലെങ്കിൽ മാതാവിനെ കൊണ്ട് നേട്ടം, അല്ലെങ്കിൽ മാതാവിൻ്റെ സ്വത്തുക്കളുടെ ലാഭം ഇതുണ്ടാകാം. മന്ത്രിത്വം ലഭിക്കാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെങ്കിലും മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡ്, കോർപ്പറേഷൻ, അയൽക്കൂട്ടത്തിൻ്റെ എങ്കിലും എന്തെങ്കിലും ഒരു ഭാരവാഹിത്വം ഈ കാലഘട്ടത്തിൽ തേടി വരാം. മന്ത്രോപാസനകൾ ഫലിക്കും. പ്രാർത്ഥനകൾ, വഴിപാടുകളൊക്കെ ഫലിക്കും. രാജ്ഞി അല്ലെങ്കിൽ രാജ്യതുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നത കുലജാതരായിട്ടുള്ളവരുമായിട്ടുള്ള ഒരു സൗഹൃദം, അല്ല ഒരു സഹവാസം ഉണ്ടാകാനിടയുണ്ട്. ഈ ഈശ്വരാധീനം, ഈശ്വരനെ ഭജിച്ച് നടക്കുന്നവരെ, ബ്രഹ്മജ്ഞാനം നേടിയവരെ അവരെ ബ്രാഹ്മണൻ എന്നാണ് പറയുന്നത്. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ആരും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ജാതിയെയാണ് ഞങ്ങളുടെ വീഡിയോയിൽ പറയുന്നത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ജാതി ബ്രാഹ്മണത്തെ അല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഈശ്വരോപാസന നടത്തുന്ന ഒരാൾ, അതാരായാലും അയാൾ ബ്രാഹ്മണനാണ്. അങ്ങനെയുള്ള വിദ്വാൻമാരുമായിട്ട്, ബ്രാഹ്മണന്മാരുമായിട്ടൊക്കെ സഹകരിക്കുവാനും അവരിൽ നിന്നും അറിവുകൾ നേടുവാനോ അവരുടെ അനുഗ്രഹം നേടുവാനോ അവസരം ഉണ്ടാകും. ശുഭനായിട്ടുള്ള ചന്ദ്രൻ്റെ ദശാകാലത്ത്. അതുപോലെ തന്നെ നിലം നികത്തിയ പ്രദേശങ്ങൾ, ചതുപ്പ് നിലങ്ങളൊക്കെ പറയാറില്ലേ, നിലം നികത്തി പരിവർത്തനപ്പെടുത്തിയെടുത്ത പ്രദേശങ്ങളൊക്കെ കൈവശം വാങ്ങുവാനും അവയിൽ വീട് നിർമ്മിക്കുവാനും, നിർമ്മിക്കുന്ന വീടിനോട് ചേർന്ന് ആമ്പൽപ്പൂ വളരുന്ന ജലാശയങ്ങൾ ഉണ്ടാകുവാനും, ആ ജലാശയങ്ങളുള്ള ജലത്തിൽ നമ്മൾ കയ്യോ കാലോ എങ്കിലും കഴുകുവാനും ഒക്കെ ഇടയാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. നിലാവെളിച്ചം, നല്ല പൂർണ്ണ നിലാവുള്ള സമയത്ത് നിലാവെളിച്ചം കൊള്ളുന്ന രീതിയിൽ സന്തോഷകരമായിട്ട് കുടുംബത്തോടൊപ്പം ഇരിക്കുവാനുള്ള അവസ്ഥയും ഉണ്ടാകും. വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. മാനസികമായിട്ട് ഉല്ലാസം കിട്ടുന്ന രീതിയിലുള്ള വിശേഷപ്പെട്ട ഭോഗ സിദ്ധി, അതായത് ശാരീരികമായിട്ടുള്ള സെക്സുപരമായിട്ടുള്ള സംബന്ധ വിഷയങ്ങളിൽ വളരെയേറെ സംതൃപ്തി ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. ഇങ്ങനെയുള്ള ഫലങ്ങൾ. പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കേണ്ടി വരിക. കടൽ തീരത്ത് പോവുകയോ കടലിലൊന്ന് കുളിക്കുകയോ കടലിലൊന്ന് കയ്യോ കാലോ കഴുകുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ ശുഭനായിട്ടുള്ള ചന്ദ്രൻ്റെ ദശാകാലത്തിൽ ഉന്നത സ്ഥാനമാനലബ്ധി, ധനധാന്യലാഭം, സമുദ്രോൽപ്പന്നങ്ങളുടെ ലാഭം, ജലയാത്ര, ജലാശയങ്ങളിലൂടെ യാത്ര, ബോട്ടിൽ യാത്ര ചെയ്യുന്നു, വള്ളത്തിൽ യാത്ര ചെയ്യുന്നു, ഇതുപോലുള്ള യാത്രകൾ, വിദേശത്ത് യാത്ര ചെയ്യുക, മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ സഞ്ചരിക്കുകയോ അവിടെ വസിക്കേണ്ടി വരികയോ ചെയ്യുന്ന അവസ്ഥ. ചുരുക്കത്തിൽ അടിപൊളി സമയമാണ്. ഇനി ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സുഭിക്ഷമായിട്ടുള്ള ലഹരി ഉപയോഗം അതിനുള്ള സാധ്യത കിട്ടും. മത്സ്യം, മാംസം, അതുപോലുള്ള മീൻ, ഇറച്ചി, ബിരിയാണി, ഫ്രൈഡ് റൈസ് പോലുള്ള വസ്തുക്കളൊക്കെ വയറ് നിറച്ച് കുടിച്ച് ബോധം കെട്ട് ഉറങ്ങാൻ പറ്റുന്നത് പോലുള്ള അവസ്ഥ കിട്ടും. പാചകശാലയിലെയും ചന്ദ്രൻ സ്വാധീനിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഔഷധ പ്രയോഗവും വളരെ വേഗത്തിൽ ഫലിക്കും, വളരെ വേഗത്തിൽ. ഇനി ആർക്കെങ്കിലും നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊരു മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഗുണപ്പെടും. ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് വളരെ 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 ഏറെ ഗുണഫലങ്ങളും നേട്ടങ്ങളും ലഭിക്കാനിടയുള്ള ഒരു കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം ജാതകപ്രകാരം ശുഭനായി നിൽക്കുന്ന ചന്ദ്രൻ. ഇനി ജാതകപ്രകാരം ചന്ദ്രൻ അശുഭസ്ഥിതനാണെന്ന് വിചാരിക്കുക, ശുഭനല്ല, ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും ഫലം? ഒരു സമയത്തും മനസ്സിന് സമാധാനം കാണത്തില്ല. മനസ്സിൻ്റെ സമാധാനം പോകുന്നു, അല്ല ചിലപ്പം മാനസിക നില തന്നെ തെറ്റുന്ന അവസ്ഥയിലേക്ക് വന്നേക്കാം. മനോകാമനകളെല്ലാം തകർന്നിരിക്കും. ഒരുപാട് സ്വപ്നങ്ങൾ, പ്രണയത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ
ഒക്കെ ഒരുപാട് സ്വപ്നങ്ങൾ സ്വപ്നലോകത്ത് ജീവിക്കുന്ന ഒരു തരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തു വീഴും. അതോടുകൂടി ഡിപ്രഷനിൽ പോകുക എന്ന് പറയും. മനോനില തന്നെ തകരാറിലാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയാണ് പ്രധാനം. മാതാവിൻ്റെ വിയോഗമോ മാതാവുമായിട്ടുള്ള ശത്രുതയോ മാതാവിൻ്റെ സ്വത്തുക്കൾ സംബന്ധിച്ചിട്ടുള്ള കേസ് വഴക്കുകളോ ഉണ്ടാകും. അടുത്ത ഘട്ടം രോഗദുരിതം. എന്ത് മരുന്ന് കഴിച്ചാലും ഏക്കത്തില്ല. വൈദ്യന്മാരെ മാറി മാറി കാണിച്ച് മാറി ആൻറ്റിബയോട്ടിക് അടക്കം എടുത്ത് നമ്മൾ കിലോ കണക്കിന് വിഴുങ്ങിയാലും ഒന്നും ഏൽക്കത്തില്ല. പ്രത്യേകിച്ച് മാനസിക രോഗത്തിൻ്റെയൊക്കെ ചികിത്സയ്ക്ക് പോയാൽ ഒരു പ്രയോജനം കാണാത്ത അവസ്ഥയുണ്ട്. പാലുൽപ്പന്നങ്ങളും നിഷേധിക്കപ്പെടുക വൈദ്യശാസ്ത്ര പ്രകാരം. തൊട്ട് പോകരുതെന്ന് പറയും. പഞ്ചസാര തൊട്ട് പോകരുതെന്ന് പറയും. ഈ അവസ്ഥ ഉണ്ടാകും. മദ്യത്തിൻ്റെ ഉപയോഗമോ അതല്ലെങ്കിൽ മാംസത്തിൻ്റെ ഉപയോഗമോ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രോഗം പിടിപെടും. കരളിനെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ ഹൃദയത്തെ സംബന്ധിച്ചോ ഒക്കെയുള്ള രോഗദുരിതങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. ദുഷ്കീർത്തിക്ക് ഒരുപാട് സാധ്യതയുണ്ട്. സ്ത്രീ മൂലം ദുഷ്കീർത്തി വരാം. അമ്മയോടും പെങ്ങളോടും സഹോദരങ്ങളോടും ചേട്ടനോടും അനിയനോടും ഒക്കെ നീതി പുലർത്തിയില്ല, അവരെയൊക്കെ കബളിപ്പിച്ചു, തട്ടിച്ചു, പറ്റിച്ചു എന്ന് പറയുന്ന ദുഷ്കീർത്തി വരാം. ഒരു ബോധവുമില്ലാത്ത വിവരമില്ലാത്ത വെറും വെള്ളവടിക്കാരനാണ്, വെറും മദ്യപാനിയാണ്, അവനെ അടുപ്പിക്കാൻ കൊണ്ടില്ല എന്ന ദുഷ്കീർത്തി വരാം. അത്യാവശ്യം മോഷണ സ്വഭാവമുള്ള തസ്കര സ്വഭാവമുള്ള നുണമാത്രം പറയുന്ന അവൾ കയറുന്നേരം മുടിഞ്ഞു പോകുന്നവരാണ് അവൾ എന്ന് പറയുന്ന തരത്തിലുള്ള ദുഷ്കീർത്തി വരാം. ഇതൊക്കെ ചന്ദ്രൻ കൊണ്ടുവരാം. അതായത് കഠിനമായിട്ട് നമുക്ക് കടിച്ചമർത്താനാവാത്ത ദുഃഖങ്ങൾ നീചനാകുന്ന ചന്ദ്രൻ സമ്മാനിക്കാം. ഉറക്കമില്ലാത്ത രാത്രികളാവാം. തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും പച്ചവെള്ളം കുടിച്ചാലും ചായ ഇട്ട് കുടിച്ചാലും കാപ്പി ഇട്ട് കുടിച്ചാലും ഉറക്കമെന്ന് പറയുന്നതില്ല. പ്രത്യേകിച്ച് പൊതുരംഗത്തൊക്കെ നിൽക്കുന്നവർ, രാഷ്ട്രീയ മേഖല പൊതുരംഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് അവരാ രംഗത്ത് നിന്ന് എന്നേക്കുമായി നിഷ്കാസനം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു അപവാദം വരാനിടയുണ്ട്. അപവാദ പ്രകടനം വരാനിടയുണ്ട്. അപ്പോൾ നീചനായ ചന്ദ്രൻ എല്ലാ തരത്തിലും നമ്മളെ തളയ്ക്കും എന്ന് മനസ്സിലാക്കണം. ഇനി ചന്ദ്രൻ നീചനായി വന്നു, എന്താണ് ജ്യോതിഷപരമായിട്ട് പറയാവുന്ന ദോഷപരിഹാരം? തിങ്കളാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാട് നടത്തുക, പ്രാർത്ഥിക്കുക. ഇനിയും കൂടുതൽ വിവരങ്ങളും വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.